നമ്മൾ ഓരോരുത്തർക്കും കടന്നു ചെല്ലാവുന്ന, നമ്മുടെ കൈകൊണ്ടൊരു വിളക്ക് വയ്ക്കാവുന്ന, നമ്മുടെ കൈകൊണ്ട് ഒരു പിടി പൂവിടാവുന്ന, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടേട്ട് കുറച്ച് അമ്മയ്ക്കും കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നടന്നു പോകാൻ സാധിക്കുമായിരുന്ന ഇടങ്ങൾ നമുക്കുണ്ടായിരുന്നു. നോക്കൂ, നമ്മുടെ പാലക്കാട് ഭാഗത്ത് പ്രത്യേകിച്ച് സാമൂതിരിയുടെ ഭരണപ്രദേശങ്ങളിലൊക്കെ തറവാടുകളിൽ, അത് കൂടുതൽ നായർ സമ്പ്രദായമുള്ള തറവാടുകളിലാണ്, എന്നാൽ മറ്റു വിഭാഗങ്ങളിലും ഉണ്ട്. ഭുവനേശ്വരി എന്ന് പറയും. മച്ചിലെ ഭഗവതിയായിട്ട് ഭുവനേശ്വരിയെ വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു വിധാനമുണ്ട്. ഇപ്പം പത്തിരിപ്പാല ഭാഗത്തൊക്കെ ഉള്ള ഇത് പൂജ ശാക്തേയം കഴിക്കാൻ അറിയുന്നവർ, ഇന്നിപ്പോൾ നമ്മൾ അങ്ങനത്തെ സ്ഥലങ്ങളിലും സ്വന്തം തറവാട്ടിലുള്ളവൻ പോലും മച്ചിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പൂജ കഴിക്കില്ല, പുറത്തുനിന്ന് ആളെ കൊണ്ടുവരും. അയമ്മയ്ക്ക് മന്ത്രവും ഇതൊന്നും വേണ്ട. അയമ്മയ്ക്ക് ആ കുടുംബത്ത് ജനിച്ചവൻ ഒരു പിടി പൂട്ടാ മതി. നമ്മുടെ പെറ്റമ്മ നമ്മൾ പോയിട്ട് അതിനെന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നല്ലേ ആഗ്രഹിക്കുക, അല്ലാണ്ട് അടുത്ത വീട്ടിലുള്ളവൻ നോക്കിക്കോളും പറഞ്ഞിട്ട് നമ്മൾ ഏൽപ്പിച്ചിട്ട് പോകുന്നുണ്ടല്ലോ. ഇതേ സംസ്കാരമാണ് നമ്മൾ നമ്മുടെ ഭഗവതിമാരോടും കാണിച്ചത്. അപ്പൊ ആ വിധാനമാണ് പറഞ്ഞത്. ആ വിധാനത്തിന്റെ വളരെ പഴയൊരു ഗ്രന്ഥം കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് എൻ്റെ കയ്യിൽ വന്നു. ഗ്രന്ഥമായിട്ട് അത് എവിടെ എഴുതി വെക്കപ്പെടാത്തതാണ് നമ്മുടെ തറവാടുകളിൽ ഭുവനേശ്വരിയുടെ വിധാനം. കാരണം ഒരു പീഠം വെച്ച് വരിക്കപ്ലാവിൻ്റെ പീഠമായിരിക്കും. ആ വരിക്കപ്ലാവിൻ്റെ പീഠത്തിൽ ആവശ്യത്തിനനുസരിച്ച് രക്തയന്ത്രം കൊണ്ട് ചക്രം വരച്ച് അതിലാണ് ഈ എന്താ പറയുക പൂജ ചെയ്യുന്നത്. വർഷത്തിലൊരിക്കൽ, കൊല്ലത്തിലൊരിക്കലേ വേണ്ടൂ. എല്ലാ ദിവസവും ചോദിച്ചിട്ടില്ല. അമ്മയ്ക്കറിയാം മക്കൾക്ക് നിന്ന് തിരിയാൻ നേരമില്ലാത്ത വിധം ജീവിതം പിടിച്ച് തകർക്കണമെന്ന്. കൊല്ലത്തിൽ ഒരു തവണയാണ് ആകെ ഭക്ഷണം ചോദിച്ചിട്ടുള്ളത്. അത് ചെയ്യണ ആ സമയത്ത് ഈ ആവാഹനത്തിൻ്റെ മന്ത്രമുണ്ട്. എന്താ ആവാഹനത്തിൻ്റെ മന്ത്രം എഴുതിയിരിക്കണറിയോ? ഒരു പിടി തെച്ചിപ്പൂ എടുത്തിട്ട് നെഞ്ചിനോട് ചേർത്തിട്ട് എൻ്റെ അമ്മയെ എൻ്റെ തള്ളേന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഇട്ടാൽ മതി, അവളവിടെ വന്നു എന്നാണ്. വേറെ ഒന്നും വേണ്ട. അതിനെന്ത് സംസ്കൃതം അറിയണം? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ വിളിച്ചാ വെളിപ്പുറത്ത് വരണ പെറ്റ അമ്മയാണ് നമ്മൾ ഒരു കൂട്ടിൻ്റെ ഉള്ളിലിട്ട് അടച്ച് കൊല്ലത്തിലൊരിക്കൽ മാത്രം പുറത്തേക്ക് ഗ്രാമം കാണാൻ ഇറക്കി, പുറത്തിറക്കാൻ പറ്റാത്ത വിധം, ഞാൻ ഇവിടുത്തെ ഇതായിട്ട് പറയല്ല, അങ്ങനെ ആരും മനസ്സ് വിചാരിക്കരുത്, ഞാൻ പൊതുവായിട്ട് പറയണേ, ഒരു കൊടിമരം വെച്ച് അതിർത്തി നിശ്ചയിച്ച് നീ ഇതിൻ്റെ പുറത്ത് കടക്കരുത് എന്ന് പറഞ്ഞാക്കി വെക്കണത്. എന്തിനാ കൊടിമരം വെക്കണത്? ഈ ചൈതന്യം ഇവിടുന്ന് വിട്ടുപോകാതിരിക്കാനാണ്. എന്തിന്? പണ്ട് ഗ്രാമങ്ങളിൽ ദേശങ്ങളിൽ അമ്മ ഇറങ്ങി വരും, ഓരോ കുടുംബത്തും വന്ന് നോക്കും, എൻ്റെ കുട്ടികൾ സുഖമായിട്ടിരിക്കണ്ടോ എന്ന്. ഇന്ന് അവൾക്ക് അവിടെ ഇരുന്നിട്ട് ഉള്ളിലിരുന്നിട്ട് തേങ്ങാനേ പറ്റുള്ളൂ, പുറത്ത് കിടക്കാൻ പറ്റില്ല. കാരണം മന്ത്രം കൊണ്ട് അടച്ചിരിക്കുകയാണ്. അവളെ ശീവേലിക്ക് പുറത്തിറക്കുമ്പോഴേ അവൾക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മക്കളാണെങ്കിൽ അടുത്തുള്ളവരാണെങ്കിൽ വന്ന് കാണുക അതിനെ. പാവം, അതിന് നിങ്ങളെ വന്ന് കാണാൻ സൗകര്യമില്ല. ഇത് മനസ്സിലാക്കുക. അതിൻ്റെ ഉള്ളിലുള്ള വിഷമമാണ്. ഞാൻ അമ്മയെക്കുറിച്ച് ഏത് ക്ഷേത്രത്തിൽ പറയുമ്പോഴും എനിക്കതിനുള്ളിൽ വിങ്ങാറുണ്ട്. അത് ഞാൻ തറവാട് ക്ഷേത്രങ്ങളിലാണെങ്കിൽ ഇപ്പോൾ ശാക്തേയ തത്വം അല്ലെങ്കിൽ ഭുവനേശ്വരിയുടെ പൂജ, അതിൽ ഈ പുത്തൂരമ്പലത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് കാളി തത്വം, കാളിയുടെ എന്താ പറയുക ഭാവങ്ങൾ. അതുപോലെ ആദ്യാകാളി സ്തവം, പാലക്കാട്ട് തന്നെയുള്ള ഒരു വീട്ടിലുള്ളൊരു ഭഗവതിയുടെ പ്രതിഷ്ഠയുള്ള സ്ഥലത്ത്, അതേമാതിരി മണപ്പുള്ളിക്കാവിൽ കാളിയുടെ ആരാധന. ഇതൊക്കെ പറയുന്ന സമയത്ത് സങ്കടം പറയാനേ നേരമുള്ളൂ എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇത്രയും നന്ദികേട് വേറൊരു ദേവതയോടും കാണിച്ചിട്ടില്ല. ഈ പെറ്റമ്മയോട് നമ്മൾ ചെയ്തിട്ടുള്ള പോലുള്ള ദ്രോഹം നമ്മൾ കാണിച്ചിട്ടില്ല. നമ്മളവളെ സ്വർണ്ണക്കൂട്ടിൽ അടച്ചു വെച്ചിരിക്കുന്നു. അവൾക്ക് സന്തോഷമാണോ എന്ന് നമ്മൾ ചോദിക്കണില്ല. നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾക്കാണ് അവളെ കൊണ്ടു നടക്കുന്നത് എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ മുമ്പുണ്ടായിരുന്നത് ഈ തോട്ടങ്ങളാണ്, ഈ പറമ്പുകളാണ്, ഈ കാവുകളാണ്. അവിടെ വള്ളിച്ചെടികളും പക്ഷികളും മരങ്ങളും പുഴുക്കളും ഞാഞ്ഞൂളുകളും എല്ലാം, അതേപോലെ തന്നെ പരുന്തുകൾ, കഴുകന്മാർ, കാക്കകൾ, കുയിലുകൾ, കൊറ്റികൾ, എന്തൊക്കെ തരം പക്ഷികൾ വന്നിരിക്കാവോ അതൊക്കെ. അതിനോട് ചേർന്നുള്ള കുളങ്ങൾ, മറ്റ് ജലാശയങ്ങൾ, നീർച്ചാലുകൾ. കയറിച്ചെന്ന് മിണ്ടാതിരുന്നാൽ തന്നെ ഇന്ന് പറയണ ഒരു സ്ട്രെസ്സും ഇല്ലാണ്ടാവുന്ന സ്ഥലങ്ങൾ. അവിടെ ഒരു കല്ലായിട്ടോ ഒരു മരമായിട്ടോ ഇത് ഒന്നുമില്ലെങ്കിൽ ഒരു രൂപമില്ലാത്തൊരു തറ മാത്രമായിട്ടോ അനന്തവിശാലമായിട്ടുള്ള പ്രപഞ്ചത്തിനെ മുഴുവൻ ആ തറയുടെ മുകളിലേക്ക് സങ്കല്പിച്ചുകൊണ്ട് യഥാർത്ഥ അദ്വൈതം പഠിപ്പിച്ചുകൊണ്ട് ഒരു രൂപത്തിൽ മാത്രമാണ് ഞാൻ ഇരിക്കണേ എന്ന് നമ്മുടെ തലയിൽ അടിച്ചു കയറ്റാണ്ട് ആ അമ്മ ഇരുന്നത് നമുക്ക് സഹിച്ചില്ല. അവൾ
അവിടെയും ജീവിച്ചു, നമ്മുടെ ഹൃദയങ്ങളിലും ജീവിച്ചു, നമ്മുടെ വീടുകളിൽ വന്നു, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിന്നു. നമ്മുടെ ശരീരങ്ങളായിട്ടും ഇരുന്നു ആ പരാശക്തി. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, നമ്മുടെ ശരീരങ്ങളും അമ്മ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പരദേവതകളെ ഒഴിപ്പിക്കാൻ പറ്റാത്തത്. കുലത്തിലെ വീട്ടിലെ മച്ചിലിരിക്കുന്ന ഭഗവതിയെ ജന്മം പോയോ ഒഴിപ്പിക്കാൻ പറ്റില്ല, സർപ്പത്തിനും ഒഴിപ്പിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ അംശം ഇരിക്കണം നമ്മുടെ ശരീരത്തിലും ജനിതകത്തിലും. എൻ്റെ കുലദേവത എന്ന് പറഞ്ഞിട്ടൊരു പ്രഭാഷണമുണ്ട്, അത് ഞാൻ പണ്ട് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം കുറേ കുലദേവതാ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കപ്പെട്ടു കേരളത്തിൽ. അതൊക്കെ എൻ്റെ ഒരു ജന്മസാഫല്യമാണ്. എത്രയോ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കപ്പെട്ടു, കുടുംബങ്ങളിൽ സമിതികളുണ്ടായി. ഗുരുവായൂരും പല ക്ഷേത്രങ്ങളും വെച്ച് കാണുമ്പോൾ പലരും ഓടി വന്നിട്ട് പറയും, പാഴടഞ്ഞ് കിടക്കുകയായിരുന്നു, തിരിയില്ലാണ്ട് കിടക്കുകയായിരുന്നു. ഞങ്ങളൊക്കെ ഒന്നിച്ച് ചേർന്ന് എല്ലാവരും തമ്മിത്തല്ലൊക്കെ വിട്ട് ആ ക്ഷേത്രങ്ങളൊക്കെ പുനരുദ്ധരിച്ചു. ഇതിൽ കവിഞ്ഞിട്ട് വേറൊന്നും ഈ ജന്മത്തിൽ എനിക്ക് സന്തോഷം വരാനില്ല. കാരണം ആ അമ്മമാർക്ക് ഒരു നേരത്തെ വിളക്ക് പോലും കൊടുക്കാൻ അതെങ്കിലും സാധിച്ചു എന്നുള്ളത്. കാരണം അഗ്നി ഒരു തിരി വെക്കുന്നത് നേദ്യമാണ്, ഈശ്വരൻ അഗ്നിയും നേദ്യമാണ്. അതുകൊണ്ടാണ് കഴുകി തുടച്ച് വൃത്തിയാക്കിയ വിളക്കിൽ വിളക്ക് വെക്കണം എന്ന് പറഞ്ഞത്. നമ്മളാരും എച്ച് പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കില്ലല്ലോ, വേറൊരാളുടെ എച്ച് പ്ലേറ്റിലോ നമ്മുടെ തന്നെ തലേ ദിവസത്തെ എച്ച് പ്ലേറ്റിലോ കഴിക്കില്ലല്ലോ. കരി കളഞ്ഞ് വൃത്തിയായിട്ട് തുടച്ച് അത്രയും എണ്ണ എടുത്താൽ മതി, എണ്ണ വേസ്റ്റ് ആക്കണ്ട. ചെറിയ തിരി മതി, വലിയ തിരിയുടെ ആർഭാടത്തിനൊന്നും പോണ്ട. പക്ഷെ അത് കൊടുക്കുക എന്നുള്ളത്, അങ്ങനെയുള്ള കാവുകളിൽ അവൾ ഇരുന്നു എന്നുള്ളതാണ്. അങ്ങനത്തെ തോട്ടങ്ങളിൽ, പറമ്പുകളിൽ, ആ തോട്ടങ്ങൾക്കും പറമ്പുകൾക്കും പ്രാചീനരായിട്ടുള്ളവർ കൊടുത്ത പേരാണ് കാവ്. പണ്ട് നമ്മുടെ പാലക്കാട് ഭാഗത്തും വള്ളുവനാട് ഭാഗത്തൊക്കെ സ്ത്രീകൾക്ക് കുഞ്ഞിക്കാവ് എന്നൊക്കെ പേരിടും. കുഞ്ഞിക്കാവ് തമ്പുരാൻ തന്നെ ഉണ്ടായിരുന്നു, ഗുരുവായൂരപ്പൻ്റെ മഹാഭക്തനായിരുന്നു കൂടല്ലൂർ കുഞ്ഞിക്കാവ് തമ്പുരാൻ. അപ്പോൾ പുരുഷന്മാർക്കും ആ പേരുണ്ട്, ഓമനപ്പേരായിട്ടും വിളിക്കും. കാവിന് വിശേഷമായിട്ട് പല അർത്ഥങ്ങളുണ്ട്. അതിപ്രാചീനമായിട്ടുള്ള പ്രോട്ടോദ്രവീഡിയൻ വാക്കണത്, തമിഴ് പോലുമല്ല, തമിഴിൻ്റെ അമ്മ. പ്രസവിക്കാൻ കിടക്കുന്ന ഒരു സ്ത്രീയാണ് വാസ്തവത്തിൽ കാവ് എന്നുള്ള ഒറിജിനൽ നാമം. ഫെർട്ടിലിറ്റി. ഒരു സ്ത്രീ പ്രസവിക്കാൻ കിടക്കുകയാണ്, വേറ്റുനോവ് അനുഭവിച്ചിട്ട്. മാസാനിയമ്മയുടെ കാവ് അതുകൊണ്ടാണ്. ശരിക്കും മാസാനിയമ്മ കാവാ. മാസാനിയമ്മ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീയാണ്, തമിഴ്നാട്ടിലാണെന്നേ ഉള്ളൂ. പിന്നെ കാവിൻ്റെ അർത്ഥം കാവൽ നിൽക്കുന്നത്, കാത്തു രക്ഷിക്കുന്നത് കാവൽ. ഈ കാവുകൾ തന്നെ പലർക്കുണ്ട്, പല ദേവതകൾക്കുണ്ട്. അതൊക്കെ ക്രമത്തിൽ വന്നിട്ടുള്ളതാണ്. അതിലേറ്റവും പ്രധാനം കാളിക്കാണ്, 2 സർപ്പങ്ങൾക്കാണ്, 3 വേട്ടക്കാരനാണ്, അയ്യപ്പന് കാവാണ്. അയ്യപ്പന് ക്ഷേത്രമല്ല, അയ്യപ്പന് ക്ഷേത്രം പറഞ്ഞിട്ടില്ല, അയ്യപ്പന് കാവാണ്. ഹനുമാന് കാവാണ്, ചാത്തന് കാവാണ്, ഘണ്ടാകർണന് കാവാണ്, യക്ഷിക്ക് കാവാണ്. ഇവർക്കൊക്കെ കാവാണ്. ഗന്ധർവൻ കാവാണ്, ഗരുഡന് കാവാണ്. കൃഷ്ണന് മാത്രം കാവല്ലാത്തത്, ശിവന് പോലും കാവുണ്ട്. ഇനി വികാരങ്ങളുടെ പേരിൽ ഇവരെ കാവുണ്ട്. ദേവിയുടെ സങ്കല്പത്തിൽ നിങ്ങളൊക്കെ പണ്ട് നമ്മുടെ ഇന്നത്തെ കോഴിക്കോട് ബൈപ്പാസ് വഴി സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാർക്ക് പാലാഴി എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട് കോഴിക്കോട്. ഇപ്പോഴത്തെ നമ്മുടെ ഹൈലൈറ്റ് സിറ്റി മോളൊക്കെ വരുന്നതിൻ്റെ അടുത്ത്. അവിടെ റോഡ് സൈഡിൽ ഇന്നും ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ, മാപ്പിട്ട് നോക്കിപ്പോയാൽ നിങ്ങൾക്ക് ആ ബോർഡ് കാണാം, ഭയങ്കാവ് എന്നാണ് അതിൻ്റെ പേര്. ഭദ്രകാളിയാണ്, കാവിൻ്റെ പേര് ഭയങ്കാവ് എന്നാണ്. മനോഹരമായിട്ടുള്ളൊരു പരിസരമാണ്. പറമ്പും നല്ല ചുവന്ന പെയിൻ്റ് അടിച്ചിട്ടുള്ള വാതിലുകളും ചുണ്ണാമ്പടിച്ചിട്ടുള്ള ചുമരുകളും ഒക്കെ ആയിട്ട് ആ പഴയ രീതിയിലുള്ള മലബാറിലെ, വടക്കേ മലബാറിലെ ക്ഷേത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന കാവ്. വടക്കേ മലബാർ പറയുമ്പോഴാണ് ഇന്നും അമ്മ കുറച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന പ്രദേശം വടക്കേ മലബാറാണ്. കാരണം അവിടെയുള്ള ജനത അമ്മയുടെ സ്വത്വം മറന്നിട്ടില്ല. തെയ്യമായും കാവായിട്ടും ഒക്കെ പാട്ടായിട്ടും ഒക്കെ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അത് വടക്കേ മലബാറിൽ, പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ, കോഴിക്കോടിൻ്റെ തന്നെ വടക്ക് വശത്തേക്കൊക്കെ സഞ്ചരിക്കുമ്പോൾ, വടകര കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ശക്തി എന്താണ്, അവളെ എങ്ങനെ കൊണ്ടു നടക്കണം എന്ന് ഇന്നുള്ളവർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ വടക്കോട്ട് പോയാൽ മതി. അത് കണ്ടന്നെ പഠിക്കണം.